മലയോര മേഖലയിൽ ആദ്യമായി മെക്കാഡം ടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കിയ ചെറുപുഴ പുളിങ്ങോം റോഡ് പൂർണ്ണമായും തകർന്നതോടെ യാത്ര ദുരിതപൂർണമായി. ഏകദേശം 6.5 കിലോമീറ്റർ നീളമുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ വാഹനയാത്ര അപകടകരമായിരിക്കുകയാണ്. 2008-ലാണ് ഈ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചത്. ഒരു തവണ മാത്രമാണ് ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി നടന്നത്. അതിനുശേഷം സമഗ്രമായ നവീകരണം നടക്കാത്തതിനാൽ റോഡിന്റെ അവസ്ഥ ദിനംപ്രതി മോശമാകുകയാണ്. കന്നിക്കളം, കോലുവള്ളി, വയലായി, ചുണ്ട തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. വയലായി ഭാഗത്ത് റോഡരികിൽ വലിയ തോതിൽ മരത്തടികൾ കൂട്ടിയിട്ട് ലോറിയിലേക്ക് കയറ്റുന്നത് റോഡ് തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വളവിലുള്ള സ്ഥലത്താണ് മരങ്ങൾ കയറ്റുന്നതെന്നതിനാൽ വാഹനാപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. തയ്യേനി, ജോസ്ഗിരി, കാനംവയൽ, രാജഗിരി, കോഴിച്ചാൽ, പുളിങ്ങോം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളും നൂറുകണക്കിന് സ്വകാര്യ വാഹനങ്ങളും ദിവസേന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. കുഴികളിൽ ചാടി ചെറുവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ക്വാറികളിൽ നിന്നും അമിതഭാരം കയറ്റിയെത്തുന്ന ടിപ്പർ ലോറികളുടെ നിരന്തര സഞ്ചാരവും റോഡരികിൽ മരത്തടികൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതുമാണ് റോഡിന്റെ തകർച്ച വേഗത്തിലാക്കിയതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡ് അടിയന്തരമായി നവീകരിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് പ്രദേശവാസികൾ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.